ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകിയതായുള്ള ആരോപണത്തിന് കേസെടുക്കാൻ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പാലക്കാട്ടെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി പണം നൽകിയതിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ വാദങ്ങൾ പൊളിയുകയാണ്. വയോധികയ്ക്ക് പണം നൽകിയ സ്ത്രീ ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. പാലക്കാട്ടെ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തുവിട്ടത്. ഇന്ന് രാവിലെയാണ് പാലക്കാട്ടെ വോട്ടർമാർക്ക് ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ പണം വിതരണം ചെയ്തത്. പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വലിയ വിവാദമായിരുന്നു. താനുമായി ബന്ധമില്ലാത്തൊരു സ്ത്രീയെ ഉൾപ്പെടുത്തി കോൺഗ്രസ് മെനഞ്ഞ കള്ളക്കഥയാണ് അരങ്ങേറിയതെന്നായിരുന്നു ശോഭയുടെ വാദം. എന്നാൽ തങ്ങളുടെ കൂടെയുള്ള സ്ത്രീയാണ് കാറിലുണ്ടായിരുന്നതെന്ന ദൃശ്യങ്ങൾ ഉയർത്തിക്കാട്ടി മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉയർത്തിയതോടെ ശോഭ വെട്ടിലാവുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന സ്ത്രീയുടെ ദൃശ്യങ്ങൾ വ്യക്തമല്ലെന്നായി പിന്നീടുള്ള വാദങ്ങൾ. പിന്നാലെയാണ് പണം നൽകിയ സ്ത്രീയും ശോഭാ സുരേന്ദ്രനും തമ്മിൽ മുൻപരിചയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പഴയ ഫോട്ടോകൾ കോൺഗ്രസ് പുറത്തുവിട്ടത്. പാലക്കാട് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എത്തിയപ്പോഴാണ് സ്ത്രീ പാർട്ടി ഓഫീസിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്കെതിരെ LDF, UDF നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. പാലക്കാട്ടെ ജനങ്ങളെ പണം നൽകി വാങ്ങാമെന്ന ധാരണ തെറ്റാണെന്ന് ജനം തെളിയിക്കുമെന്നും ശോഭയെ അയോഗ്യയാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി നൽകുമെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു.